സ്വാതന്ത്ര്യദിനത്തിൽ ഗവർണറോട് മന്ത്രിസഭയുടെയും പ്രതിപക്ഷത്തിന്റെയും അനാദരവ്. രാജ്ഭവനിൽ ഗവർണർ ഒരുക്കിയ അറ്റ് ഹോം വിരുന്നിൽ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ആരും പങ്കെടുത്തില്ല. എന്നാൽ ചീഫ് സെക്രട്ടറി മാത്രം പരിപാടിക്കെത്തി. സർവകലാശാല വിഷയങ്ങളിൽ ഉൾപ്പെടെ സർക്കാർ രാജ്ഭവൻ ഭിന്നത തുടരുന്ന പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ ഈ സമീപനം. പരിപാടിക്ക് ക്ഷണമുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചടങ്ങിൽ പങ്കെടുത്തില്ല. BJP നേതാക്കളായ മുൻ MLA ഒ രാജഗോപാൽ, മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ തുടങ്ങിയ BJP നേതാക്കൾ പങ്കെടുത്തു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, സ്വാതന്ത്ര്യ ദിനത്തിലും ഗവർണറോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും. വലിയ അനാദരവാണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വസതിയായ രാജ്ഭവനിൽ നടന്ന അറ്റ് ഹോം വിരുന്നിൽ പങ്കെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. വിവരങ്ങൾ നീലിമ, മുൻ വർഷങ്ങളിലെ പോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെ ഗവർണർ തയ്യാറാക്കിയ രാജ്ഭവനിൽ തയ്യാറാക്കിയ അറ്റ് ഹോം വിരുന്നിൽ സർക്കാർ പ്രതിനിധിയോ മറ്റു മന്ത്രിമാരോ പങ്കെടുത്തിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ് ഉൾപ്പെടെ ക്ഷണമുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവും ഈ സർക്കാർ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് ചീഫ് സെക്രട്ടറി മാത്രമാണ് ഈ സർക്കാർ പരിപാടി അല്ലെങ്കിൽ ഈ വിരുന്നിൽ പങ്കെടുത്തിരുന്നത്. ഈ സർവകലാശാല വിഷയങ്ങൾ ഉൾപ്പെടെ സർക്കാരും രാജ്ഭവനും തമ്മിൽ ഭിന്നത തുടരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലും ഇത്തരത്തിൽ മാറി നിൽക്കാൻ അല്ലെങ്കിൽ ഗവർണറുമായി പോരടിക്കാൻ തന്നെയാണ് സർക്കാർ ഒരുങ്ങുന്നത് എന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സൗഹൃദപരമായിട്ട് ഭരണ പ്രതിപക്ഷങ്ങളെ ഒരേ രീതിയിൽ ഒരു പരിപാടിയിലേക്ക് ക്ഷണമുണ്ടായിട്ടും ഗവർണറെ തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ അത് മനഃപൂർവ്വം ഒഴിവാക്കുന്ന നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. മുൻ വർഷങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ ഇത്തരത്തിൽ സർക്കാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നില്ല. മുതിർന്ന BJP നേതാക്കളായിട്ടുള്ള കുമ്മനം രാജശേഖരൻ, ഒ രാജഗോപാൽ, കൃഷ്ണദാസ് തുടങ്ങിയ BJP നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് പങ്കെടുത്തത് ചീഫ് സെക്രട്ടറി മാത്രമാണ്. അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാരാരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നിലപാടുണ്ടായിട്ടില്ല. അപ്പോൾ സർക്കാർ അല്ലെങ്കിൽ രാജ്ഭവനുമായിട്ട് ഗവർണറുമായിട്ടുള്ള ഭിന്നത അത് ഒന്നുകൂടി രൂക്ഷമാകുന്ന സാഹചര്യത്തിലാക്കിയാണ് പോകുന്നത്. അങ്ങനെ ഒരു ഇടപെടലാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. നീലിമ, ശരി. ടിൻഡുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.